ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി സോസാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റഡ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കപ്സ മന്തി റൈസിൻ്റെ ഒക്കെ കൂടെ ഒരു പുതുമയിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് ക്യാപ്സിക്കം സോസ്. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കി എടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ സാധാരണ ഓയിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ബട്ടർ തന്നെയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ വേണേ. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു 1-2 പച്ചമുളക് ഇട്ട്, എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് ഇട്ടാൽ കൂടുതലാക്കിയാൽ മതി. പക്ഷേ ഇഞ്ചി കുറച്ച് മതി കേട്ടോ, വെളുത്തുള്ളിയുടെ അത്രയ്ക്കൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ചൂടാക്കാം. ഈ സമയത്തിന് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം വളരെ ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്, 2-3 ടേബിൾ സ്പൂൺ, അതിലും കൂടുതൽ വേണ്ടി വരില്ല. നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഒന്നങ്ങ് മുരിഞ്ഞ് വന്നോട്ടെ, അപ്പോഴാണ് ക്യാപ്സിക്കം കറക്റ്റ് സെറ്റായിട്ട് വരിക. എല്ലാം കൂടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു കുറച്ച് ഉണക്കമുളക് ചതച്ചതോടെ ഇട്ട് കൊടുക്കുക. ഇതോടെ ചേർത്ത് ചൂടായി വരുന്ന സമയത്തിന് ഇതിലേക്കുള്ള ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് സോയ സോസ്, ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും ടൊമാറ്റോ കെച്ചപ്പ് കൂടുതലും സോയ സോസ് കുറവും, ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇനി ഒരു 1 ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം ഒരു ഇത്തിരി മധുരം വേണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് മിക്സ് ആക്കി നോക്കിയിട്ട് മധുരം തുള്ളി കുറവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോടെ ഇട്ട് കൊടുക്കുക. അത്ര മതി, അതിൽ കൂടുതൽ വേണ്ട, കാരണം ഒരു ഇത്തിരി സ്വീറ്റാണ് നമ്മുടെ ഈ ഒരു സോസ്, എന്നാൽ കൂടുതലും അല്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് മതി, കാരണം സോസിലൊക്കെ കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നോക്കിയിട്ട് മിക്സാക്കി നോക്കിയിട്ട് മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ തന്നെ ചെറിയ തീയിൽ നല്ലോണം അങ്ങ് ചൂടാക്കി എടുക്കുക. സോസുകൾ കരിഞ്ഞു പോകരുത് കേട്ടോ. നമ്മൾ ഈ ഒരു സോസിൻ്റെ പരിപാടി ഇത്ര തന്നെ ഉള്ളൂ. എല്ലാം കൂടെ നല്ലോണം മിക്സായി ചൂടായി കഴിഞ്ഞ് ടേസ്റ്റ് വയ്ക്കാൽ സംഭവം റെഡിയായി. കുറേ സമയം ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ സോസുകളൊക്കെ ഒന്ന് ചൂടായി മിക്സായി കിട്ടിയാൽ കറക്റ്റ് സെറ്റായിട്ടുണ്ടാവും. കാരണം ഒരു ഇത്തിരി ലൂസ് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ തണുക്കുമ്പോൾ ഭയങ്കര കട്ടിയായി പോകും. പിന്നെ ബട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് ചൂടാക്കേണ്ടി വരും കേട്ടോ, കാരണം തണുക്കാൻ ചാൻസ് ഉണ്ട്. ഓയിലാകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സോസ് നമുക്ക് ബ്രോസ്റ്റഡ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇന്നലെ നമ്മളൊരു ചെമ്മീൻ ഫ്രൈ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു വെക്കണേ. അതും ഈ ഒരു സോസ് നമ്മൾ സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ടും മന്തി കപ്സ റൈസിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യലുണ്ട് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു മന്തി റൈസിലൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്, തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്